Good morning, students. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അബൌട്ട് ബീംസ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ ബീംസിനെ ബേസ്ഡ് ഓൺ ദർ ഫങ്ഷൻ ആൻഡ് സൈസ് ആൻഡ് വേർ ഇറ്റ് ഈസ് യൂസ്ഡ്, അതിൻ്റെ യൂസ് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ബീംസിന് ഡിഫറെൻറ്റ് നെയിംസ് കൊടുക്കും. ഓക്കെ, ഡിഫറെൻറ്റ് നെയിംസിൽ ബീംസ് അറിയപ്പെടും. പക്ഷേ എല്ലാത്തിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ടു ടേക്ക് ദ ലോഡ് എബോവ്, അല്ലെങ്കിൽ നമ്മുടെ ബീമിൻ്റെ സ്പാനിന് ട്രാൻസ്വേഴ്സ് ആയി വരുന്ന ലോഡിന് താഴേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ തന്നെയാണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻ. പക്ഷേ അതിൻ്റെ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറൽ യൂസ് ആ സ്ഥലത്ത്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ യൂസ് വെച്ചിട്ട് നമ്മൾ ബീംസിന് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ടൈപ്സ് ഇതാണ്. ഫസ്റ്റ് വൺ ജോയിസ്റ്റ്, ഗർഡർ, പെർലിൻ, റാഫ്റ്റർ, സ്ട്രിഞ്ചർ ബീംസ്, സ്പാൻഡ്രൽ ബീംസ്, ലിൻറ്റൽസ്, ഫ്ലോർ ബീംസ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബീംസ്. അതിൽ ആദ്യത്തത് നമുക്ക് ജോയിസ്റ്റ് എന്താണെന്ന് നോക്കാം. ജോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ സ്മോൾ ബീംസ് വിച്ച് ആർ ക്ലോസ്ലി സ്പേസ്ഡ് ആൻഡ് ദേ ആർ അറേഞ്ച്ഡ് ഇൻ സീരീസ്, പാരലൽ സീരീസ്. നമ്പർ ഓഫ് സ്മോളർ ബീംസ് വിച്ച് ആർ അറേഞ്ച്ഡ് ഇൻ പാരലൽ സീരീസ് ആൻഡ് ദേ ആർ ക്ലോസ്ലി സ്പേസ്ഡ്. അങ്ങനെയുള്ള ബീംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജോയിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ജോയിസ്റ്റ് വിൽ ബി കണക്റ്റഡ് ടു സം മെയിൻ ബീംസ്. ഈ ചെറിയ ചെറിയ സ്മോളർ ബീംസ് മറ്റ് വലിയ ബീമിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫിഗർ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ജോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇതിൽ ഈ സ്മോളർ ബീംസിനെയാണ് ജോയിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ജോയിസ്റ്റ് ആർ അറേഞ്ച്ഡ് പാരലലി ആൻഡ് ദേ ആർ കണക്റ്റഡ് ടു മെയിൻ ബീംസ്. ഓക്കെ, അടുത്തത് ഗർഡർ. ഗർഡർ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ലാർജ് ബീംസ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ബ്രിഡ്ജസ് ആൻഡ് ഫ്രെയിം വർക്ക് ഓഫ് ലാർജ് ബിൽഡിങ്സ്. ഓക്കെ, ഗർഡർ എന്ന് പറഞ്ഞാൽ ലാർജ് സൈസുള്ള ബീമാണ്. അതിൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ ലാർജ് ബീം ആയതുകൊണ്ട് തന്നെ, ലാർജ് ക്രോസ് സെക്ഷനുള്ള ബീം ആയതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ലോങ്ങർ സ്പാനിൽ യൂസ് ചെയ്യാം. ലോങ്ങർ സ്പാൻ, ഫോർ എക്സാമ്പിൾ നമ്മൾ ബ്രിഡ്ജെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് ഗർഡറാണ്. ഓക്കെ, ഒരു പില്ലറിൽ നിന്ന് അടുത്ത പില്ലറിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഗർഡേഴ്സാണ്. ഓക്കെ, സ്റ്റീൽ ഗർഡേഴ്സ് യൂസ് ചെയ്യും, കോൺക്രീറ്റ് ഗർഡേഴ്സും യൂസ് ചെയ്യലുണ്ട്. സ്റ്റീൽ ഗർഡേഴ്സ് മെയിൻലി യൂസ് ചെയ്യുന്നത് നമുക്ക് എവിടെയാണ്, റിവർ ബ്രിഡ്ജ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജ് ആണെങ്കിൽ, റെയിലിൻ്റെ തൊട്ട് മുകളിൽ ഉണ്ടാക്കുന്നത്, അവിടെ നമുക്ക് കോൺക്രീറ്റ് ചെയ്യാൻ പെട്ടെന്ന് പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റീൽ ഗർഡേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനാണ് ഗർഡർ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ടേക്ക് ഗ്രേറ്റ് ലോഡ്സ് ആൻഡ് ദീസ് ആർ യൂസ്ഡ് ആസ് എ മെയിൻ ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ സപ്പോർട്ട് ഫോർ സ്മോളർ ബീംസ് ഓർ ജോയിസ്റ്റ്. നമ്മൾ മുമ്പ് കണ്ട ജോയിസ്റ്റ് കണക്ട് ചെയ്യുന്ന മെയിൻ ബീമായിട്ടും നമ്മൾ ഗർഡേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ നോക്കാം. അപ്പോൾ ഇതാണ് ഒരു ഗർഡർ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു 4-5 ഗർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് കണക്റ്റിംഗ് 2 പിയേഴ്സ്. ഓക്കെ, പിയർ ക്യാപ്പിന് മുകളിലായിട്ട് ഗർഡേഴ്സ്, ഒരു പിയർ ക്യാപ്പിൽ നിന്ന് അടുത്ത പിയർ ക്യാപ്പിലേക്ക് ഗർഡേഴ്സ് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ലാർജ് സൈസ് ബീംസ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ചിലപ്പം ഈ ഷേപ്പിൽ ഈ സൈസിലുള്ള ബീംസ് ഹോട്ട് റോൾഡ് സെക്ഷൻസ് ഡയറക്റ്റ്ലി അവൈലബിൾ ആവണമെന്നില്ല. ഓക്കെ, മാർക്കറ്റിൽ അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, ദേ വിൽ ബി യൂഷ്വലി ബിൽട്ട് അപ്പ് സെക്ഷൻസ്, നമ്മുടെ സെക്ഷൻസ് ഉണ്ടാക്കുന്നതായിരിക്കും. ഓക്കെ, പ്ലേറ്റ് സെക്ഷൻസ് വെൽഡ് ചെയ്തിട്ടോ ബോൾട്ട് ചെയ്തിട്ടോ ബിൽട്ടപ്പ് ആയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. യൂഷ്വലി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബീം സെക്ഷൻസ് എല്ലാം ഐ ഷേപ്പിലായിരിക്കും ക്രോസ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ബിൽട്ടപ്പ് സെക്ഷൻ ആക്കിയിട്ടാണ് ഗർഡേഴ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പെർലിൻസ്. പെർലിൻ എന്താണ്? പെർലിൻ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ലോങ് ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പർ യൂസ്ഡ് ഇൻ റൂഫ് ട്രസ്. നമ്മൾ റൂഫ് ട്രസ്സിൽ യൂസ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് പെർലിൻസ് എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ഫിഗർ നോക്കാം. അതുപോലെ റാഫ്റ്റർ എന്ന് പറയുന്നത് റൂഫ് ബീം സപ്പോർട്ടഡ് ബൈ പെർലിൻസ്. പെർലിൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ പെർലിൻസ് സപ്പോർട്ട് ചെയ്യുന്ന റൂഫ് ബീമിനെയാണ് റാഫ്റ്റർ എന്ന് പറയുന്നത്. അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഒരു ട്രസ്സിൻ്റെ ഫിഗറാണ്. അപ്പോൾ ഇതിൽ ഹൊറിസോണ്ടൽ മെമ്പർ സ്പാനിങ് അലോങ് ദ, ഇതിനാണ് നമ്മൾ പെർലിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആർ പെർലിൻസ്. അപ്പോൾ ഈ പെർലിൻസ്
സപ്പോർട്ട് ചെയ്യുന്ന മെമ്പേഴ്സ്, ഇതിനാണ് നമ്മൾ റാഫ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, റാഫ്റ്റേഴ്സ് വിൽ ബി പ്ലേസ്ഡ് അക്രോസ് ദ പെർലിൻസിന് അക്രോസ് ആയിട്ടായിരിക്കും ഇതുണ്ടാകുന്നത്, റാഫ്റ്റേഴ്സ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇതിൽ ഈ ട്രസ്സിൽ തന്നെ ഏറ്റവും ഫ്രണ്ടിൽ ഉണ്ടാകുന്ന റാഫ്റ്റർ നമ്മൾ പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്ന് പറയും. നെക്സ്റ്റ് സ്ട്രിഞ്ചർ ബീംസ്. സ്ട്രിഞ്ചർ ബീംസ് എന്താണ്? ദീസ് ആർ ബീംസ് സപ്പോർട്ടിങ് സ്റ്റെയർ സ്റ്റെപ്സ് ഇൻ ബിൽഡിങ്സിൽ ഉണ്ടാകുന്ന സ്റ്റെയറിൻ്റെ സ്റ്റെപ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ബീംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രിഞ്ചർ ബീംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കണ്ടോ, ഇതാണൊരു സ്ട്രിഞ്ചർ ബീം. നമ്മൾ ഏതൊരു സ്റ്റെപ്പ് നോക്കിയാലും, ഏതൊരു സ്റ്റെയർ കേസ് നോക്കിയാലും സ്റ്റെയർ കേസിൻ്റെ അടിയിലായിട്ടൊരു ബീം കാണും. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന സ്റ്റെയർ കേസിനെ സപ്പോർട്ട് ചെയ്യുന്ന ബീമിനെയാണ് എന്ത് പറയുന്നത്? സ്ട്രിഞ്ചർ ബീംസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സ്പാൻഡ്രൽ ബീമാണ്. സ്പാൻഡ്രൽ ബീം എന്ന് പറഞ്ഞാൽ ബീംസ് വിച്ച് ആർ പ്രൊവൈഡഡ് ഔട്ട്സൈഡ് ദ ബിൽഡിംഗ് ത്രൂ ദ എക്സ്റ്റീരിയർ വാൾസ് കണക്റ്റിംഗ് ദ വാൾസ്. അങ്ങനെ എക്സ്റ്റീരിയറായി കൊടുക്കുന്ന ബീംസിനെയാണ് സ്പാൻഡ്രൽ ബീം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഫ്ലോർ ബീംസ്. ഫ്ലോർ ബീംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ജോയിസ്റ്റിൻ്റെ കേസിൽ പറഞ്ഞു, ജോയിസ്റ്റ് വിൽ ബി കണക്റ്റഡ് ടു മെയിൻ ബീംസ് ഇൻ ബിൽഡിങ്സ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന മെയിൻ ബീംസ് ആയിട്ട് കൊടുക്കുന്ന നോർമൽ സൈസ് ബീമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലോർ ബീം എന്ന് പറയുന്നത്. ഓക്കെ, അത് വലിയ ഹെവി സ്ട്രക്ചർ ആണെങ്കിൽ നമ്മളവിടെ ഗർഡേഴ്സും പ്രൊവൈഡ് ചെയ്യും. അല്ലാത്ത കേസിൽ നമുക്ക് നോർമലി നമുക്കതിനെ ഫ്ലോർ ബീം എന്ന് പറയാം. ഓക്കെ, ദിസ് ജോയിസ്റ്റ് വിൽ ബി കണക്റ്റഡ് ടു ദ മെയിൻ ബീം ആൻഡ് ദീസ് മെയിൻ ബീംസ് ആർ നോൺ ആസ് ഫ്ലോർ ബീംസ്. അപ്പോൾ ഓവർ ദീസ് ഫ്ലോർ ബീംസിൽ എന്തുണ്ടാവും? ബിൽഡിങ്ങിന് ഫ്ലോർസ് ഉണ്ടാവും. അപ്പോൾ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബീംസ്. അടുത്തത് ദ ഫോഴ്സസ്, മെയിൻ ഫോഴ്സസ് ആക്ടിങ് ഓൺ ബീംസ്. ബീമിൽ ആക്ട് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ഫോഴ്സസ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ ബീം ഈസ് സബ്ജക്റ്റഡ് ടു ഓൺലി ട്രാൻസ്വേഴ്സ് ലോഡിങ്. ഓക്കെ, നമ്മളൊരു ബീമിൻ്റെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, ബീമിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് വി ആർ അസ്യൂമിങ് ദാറ്റ് ബീം ഈസ് സബ്ജക്റ്റഡ് ടു ഓൺലി ട്രാൻസ്വേഴ്സ് ലോഡിങ്. ആ ട്രാൻസ്വേഴ്സ് ലോഡിങ് വെച്ചിട്ടാണ്, ആ ട്രാൻസ്വേഴ്സ് ലോഡിങ് ആണ് അതിൽ മെയിനായിട്ട് വരുന്ന ലോഡിങ്. അങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ആ ട്രാൻസ്വേഴ്സ് ലോഡിങ് എന്ന് പറഞ്ഞാൽ ബീമിൻ്റെ മുകളിലുണ്ടാകുന്ന സ്ട്രക്ചർ, അത് ഒന്നുകിൽ അതിൻ്റെ ഫ്ലോർ ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വരുന്ന വാൾസ് ആയിരിക്കാം. അപ്പം അങ്ങനെയെല്ലാം അതെല്ലാം ബീമിൻ്റെ ആ ലോഞ്ചിറ്റ്യൂഡിനൽ ബീമിൻ്റെ ഇതാണ് ബീമെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലോഡ്സ് വരുന്നത്, അല്ലേ? അപ്പോൾ അതാണ് ട്രാൻസ്വേഴ്സ് ലോഡിങ് എന്ന് പറയുന്നത്. ബീമിൻ്റെ ലോഞ്ചിറ്റ്യൂഡൽ ഡയറക്ഷന് ട്രാൻസ്വേഴ്സ് ആയി വരുന്ന ലോഡ്, അതിനെ ക്യാരി, അതാണ് അതിൻ്റെ മെയിൻ പ്രിൻസിപ്പൽ ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ബീമിൻ്റെ സ്ട്രെങ്ത് എല്ലാം നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ട്രാൻസ്വേഴ്സ് ലോഡിങ് ബീം വിൽ ബി പ്രൈമറിലി സബ്ജക്റ്റഡ് ടു ബെൻഡിങ്. മെയിനായിട്ട് ഉണ്ടാകുന്നത് ബീമിൽ ഈ ലോഡ് കാരണം മെയിനായിട്ട് ഉണ്ടാകുന്നത് എന്താണ്? ബെൻഡിങ് ആയിരിക്കും. സബ്ജക്റ്റഡ് ടു ബെൻഡിങ് അക്കമ്പനീഡ് ബൈ ഷിയർ ഇൻ ദ ലോഡിങ് പ്ലെയിൻ. ഓക്കെ, ഈ ട്രാൻസ്വേഴ്സ് ലോഡിങ്ങിൻ്റെ റിസൾട്ടായിട്ട് അവിടെ ബെൻഡിങ്ങും അതുപോലെ എന്തുണ്ടാവും? ഷിയർ ഉണ്ടാവും. ഷിയറും ആക്ട് ചെയ്യുന്നുണ്ടാവും ബീംസിൽ. ഓക്കെ, ഇൻ ദ ലോഡിങ് പ്ലെയിൻ വിത്ത് നോ എക്സ്റ്റേണൽ ടോർഷൻ ഓർ ആക്സിയൽ ഫോഴ്സ്. ബീമിന് എക്സ്റ്റേണൽ ആയിട്ട് ഒരു ടോർഷനും ആക്ട് ചെയ്യുന്നില്ല, അതുപോലെ ആക്സിയലും ഫോഴ്സ് ഒന്നും വരുന്നില്ല. ഓക്കെ, ഒരു ബീമാണെങ്കിൽ അതിന് എക്സ്റ്റേണലായിട്ട് ആക്സിയൽ ഫോഴ്സോ അല്ലെങ്കിൽ ടോർഷനോ ഒന്നും എക്സ്റ്റേണലി ആക്ട് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ അടുത്തൊരു പോയിന്റ് പറയുന്നത്, ഈവൺ ഇഫ് ദ ബീം സെക്ഷൻ ഈസ് സിമെട്രിക്കൽ ആൻഡ് ലോഡ്സ് ആർ ഇൻ ദ പ്ലെയിൻ ഓഫ് സിമെട്രി ദർ വിൽ ബി ടോർഷൻ ആക്ടിങ് ഓൺ ദ ബീംസ്. ഈ ബീമിൽ ഉണ്ടാകുന്ന ലോഡ് കാരണം അതിൽ ടോർഷൻ ആക്ട് ചെയ്യുന്നുണ്ടാവും ഇൻ ദ ലാറ്ററൽ ഡയറക്ഷൻ. ആൻഡ് ദിസ് ഈസ് ഡ്യൂ ടു ദ ഇൻസ്റ്റബിലിറ്റി കോസ്ഡ് ബൈ കംപ്രസീവ് സ്ട്രെസ്സസ്. ഓക്കെ, അതായത് നമ്മുടെ ബീംസിൽ എന്തുണ്ടാവും? അതിലുണ്ടാകുന്ന കംപ്രസീവ് സ്ട്രെസ്സസ് കാരണം അതിൽ ഒരു ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവും. ആ ഇൻസ്റ്റബിലിറ്റി കാരണം അതിൽ ലാറ്ററലി ടോർഷൻ സംഭവിക്കും. ലാറ്ററലി അതിലൊരു ഡീഫോർമേഷൻ സംഭവിക്കും. അപ്പോൾ അതിനെയാണ് പറയുന്നത് ലാറ്ററൽ ബക്ലിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, സപ്പോസ് നമ്മളിപ്പോൾ ഒരു ബീമിൻ്റെ ഇതൊരു ടോപ്പ് വ്യൂവിൽ നമ്മൾ നോക്കുന്നതാണ്, സപ്പോർട്ടിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇതിൽ ഒരു ഇൻസ്റ്റബിലിറ്റി കാരണം എന്ത് സംഭവിക്കും, ഒരു ലാറ്ററൽ ബക്ലിംഗ് സംഭവിക്കും. ലാറ്ററൽ ബക്ലിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ ലാറ്ററലി, അതായത് നമ്മൾ ടോപ്പ് നോക്കുമ്പോൾ ഇങ്ങനെ അതിൽ നിന്ന സ്ഥലത്തുനിന്ന് ലാറ്ററൽ ഡയറക്ഷനിൽ ഒരു ചെറിയ ഡീഫോർമേഷൻ സംഭവിക്കും. ഓക്കെ, ഇത് ബെൻഡിങ് അല്ല, ലാറ്ററലി സപ്പോർട്ടിന്ന് ലാറ്ററലി ഉണ്ടാവുന്ന ബക്ലിംഗ് ആണ്. ഓക്കെ, lateral buckling, and when it involves only the local components of a beam, it is known as a local buckling. അതായത് ഈ ബീമിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ കോമ്പണൻസ്, ഫ്ലാഞ്ചോ അല്ലെങ്കിൽ വെബോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കോമ്പണൻറ്റ് മാത്രമാണ് ലാറ്ററലി ബക്കിൾ ചെയ്യുന്നതെങ്കിൽ എന്താ പറയുന്നത്, ഇതിനെ പറയും ലോക്കൽ ബക്ലിംഗ്. ആൻഡ് ഇഫ് ദ ബീം ആസ് എ ഹോൾ ഈസ് ബക്ലിംഗ് ലാറ്ററലി, ഇറ്റ് ഈസ് നോൺ ആസ് നോർമൽ ലാറ്ററൽ ബക്ലിംഗ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് മോഡ്സ് ഓഫ് ഫെയിലിയർ ഓഫ് ബീംസ്. മെയിനായിട്ട് ഒരു ബീം എങ്ങനെയുള്ള ഫെയിൽ ആവാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ബെൻഡിങ് ഫെയിലിയർ. ഒരു ബീം നോർമലി എപ്പോഴും ഫെയിൽ ചെയ്യുന്ന എങ്ങനെയായിരിക്കും, അതിലുണ്ടാവുന്ന ഫോഴ്സസ്, ലോഡ് കാരണം അതിൽ ബെൻഡിങ് സംഭവിക്കാം അല്ലേ. ബെൻഡിങ് ഫെയിലിയർ ജനറലി ഒക്കേഴ്സ് ഡ്യൂ ടു ക്രഷിംഗ് ഓഫ് കംപ്രഷൻ ഫ്ലാഞ്ച്. ഒരു ബീം എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ കോൺക്രീറ്റിൽ കാണുന്ന പോലെ ഉണ്ടാകുന്ന ഒരു ഫെയിൽ ആയിരിക്കില്ല. അപ്പോൾ ഇതിൽ ഒരു ബീം നോർമൽ ഐ സെക്ഷനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഐ സെക്ഷനിൽ ഒരു മുകളിലത്തെ ഫ്ലാഞ്ചിനെ നമ്മൾ കംപ്രഷൻ ഫ്ലാഞ്ച് എന്നും താഴത്തെ ഫ്ലാഞ്ചിന് ടെൻഷൻ ഫ്ലാഞ്ച് എന്നും പറയും. അപ്പം ബെൻഡിങ് ഉണ്ടാകുമ്പോൾ അതിൽ ഫെയിലിയർ എന്ന് പറയുന്നത് ഏതർ ഇറ്റ് വിൽ ബി ക്രഷിംഗ് ഓഫ് കംപ്രഷൻ ഫ്ലാഞ്ച്, മുകളിലത്തെ ഫ്ലാഞ്ച് ക്രഷ് ചെയ്യപ്പെടാം ഡ്യൂ ടു ലോഡ്, അതല്ലെങ്കിൽ ഫ്രാക്ചർ ഓഫ് ടെൻഷൻ ഫ്ലാഞ്ച്, താഴത്തെ ഇത് ബെൻഡിങ് കാരണം താഴത്തെ ഫ്ലാഞ്ചിൽ ഫ്രാക്ചർ സംഭവിക്കാം. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഫെയിലിയർ ആണ് ഷിയർ ഫെയിലിയർ. ഓക്കെ, ദിസ് ഒക്കേഴ്സ് ഡ്യൂ ടു ബക്ലിംഗ് ഓഫ് വെബ് നിയർ ലൊക്കേഷൻ ഓഫ് ഹൈ ഷിയർ ഫോഴ്സ്. അപ്പോൾ ഷിയർ മെയിനായിട്ട് ഷിയർ ഫോഴ്സ് വിൽ ബി ടേക്കൺ ബൈ ദ വെബ് ആൻഡ് bending will be taken by the flanges. Okay, bending flanges and shear will be taken by the web. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സ് എടുക്കുന്നത് വെബ് ആയതുകൊണ്ട് അപ്പോൾ അതിലൊരു ഷിയർ ഫെയിലിയർ ഉണ്ടാകുന്നതും വെബിലായിരിക്കും. ഓക്കെ, സോ ദിസ് ഒക്കേഴ്സ്. അപ്പോൾ ഇതിൽ ഷിയർ ഫെയിലിയർ എന്താ സംഭവിക്കുന്നത്, ദർ വിൽ ബി ബക്ലിംഗ് ഓഫ് ദ വെബ് നിയർ ദ ലൊക്കേഷൻ ഓഫ് ഹൈ ഷിയർ ഫോഴ്സ്. നമ്മുടെ വെബിൽ ഉണ്ടാകുന്ന ഹൈ ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഭാഗത്ത് എന്ത് സംഭവിക്കാം, അവിടെ ബക്ലിംഗ് സംഭവിക്കാം. ഓക്കെ, അടുത്തത് ഡിഫ്ലക്ഷൻ ഫെയിലിയർ. അപ്പോൾ ഒരു ബീമിൽ നമ്മൾ സ്ട്രെങ്ത്, സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ടെങ്കിലും അതിൽ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ അതിലൊരു പെർമിസിബിൾ ആയിട്ടുള്ള ഡിഫ്ലക്ഷന് എക്സീഡ് ചെയ്യുന്ന രീതിയിലൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് എന്തായിരിക്കില്ല, സർവീസബിൾ ആയിരിക്കില്ല അല്ലേ. ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് സർവീസബിലിറ്റി ക്രൈറ്റീരിയ ആണ്. ആവശ്യത്തിനുള്ള സ്ട്രെങ്ത് ഉണ്ടെങ്കിലും ഇഫ് ദ ബീം ഈസ് നോട്ട് സർവീസബിൾ ദെൻ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് അല്ലേ, ഇറ്റ് വിൽ ബി അൺസ്യൂട്ടബിൾ. സോ എ beam if is designed to have adequate strength may become unsuitable if it is not able to support the load without excessive deflections. Okay, നമുക്ക് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ കോഡ് പ്രകാരം ഒരു ലിമിറ്റ് ഉണ്ട്, മാക്സിമം ഡിഫ്ലക്ഷൻ ഇത്ര വരെ ആവാം അല്ലേ. അപ്പോൾ അതിലും കൂടുകയാണെങ്കിൽ നമുക്ക് ദ സെക്ഷൻസ് സ്ട്രക്ചർ ഈസ് നോട്ട് സേഫ് ഫോർ യൂസ് ആണ് അല്ലേ. അപ്പോൾ അതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫെയിലിയേഴ്സ്. ഇനി അടുത്തതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രോസ് സെക്ഷൻസ്. നമ്മൾ ബീമിനെ ഡിഫറെൻറ്റ് ക്ലാസ്സസിൽ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്ലാസ്റ്റിക് അനാലിസിസ് ആണ്. നമുക്ക് പ്ലാസ്റ്റിക് അനാലിസിലൊന്നും കൂടുതലായിട്ട് പോകണ്ട, നമുക്ക് എന്താണ് ഈ 4 ക്ലാസ്സസും ആ 4 ക്ലാസ്സസിൻ്റെയും പ്രത്യേകത എന്താണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ പ്ലേറ്റ് എലിമെൻറ്റ്സ് ഓഫ് എ ക്രോസ് സെക്ഷൻ, ഒരു ക്രോസ് സെക്ഷനിൽ ഉണ്ടാകുന്ന എലിമെൻറ്റ്സ് മേ ബക്കിൾ ലോക്കലി ഡ്യൂ ടു കംപ്രസീവ് സ്ട്രെസ്സസ്. ബക്കിൾ ചെയ്യപ്പെടാം. ആൻഡ് ദ ബക്ലിംഗ് ക്യാൻ ബി ലോക്കൽ ബക്ലിംഗ് ക്യാൻ ബി അവോയ്ഡഡ് ബൈ ലിമിറ്റിംഗ് ദ വിഡ്ത്ത് തിക്നെസ് റേഷ്യോ. അപ്പോൾ ഈ ഒരു ബീം സെക്ഷനിൽ അതിൻ്റെ വിഡ്ത്ത് തിക്നെസ് റേഷ്യോ ആണ് അതിൻ്റെ ബക്ലിങ്ങിനെ എസ്പെഷ്യലി ലോക്കൽ ബക്ലിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ളൊരു ഫാക്ടർ. ഓക്കെ, വിഡ്ത്ത് തിക്നെസ് റേഷ്യോ, അതായത് തിക്നെസ് കുറവില്ല മെമ്പേഴ്സ് എല്ലാം ആണെങ്കിൽ
എന്തായിരിക്കും? ദർ ബി മോർ ചാൻസ് ടു ബക്കിൾ അല്ലേ? അപ്പോൾ വിഡ്ത്ത് തിക്നെസ് റേഷ്യോ കൂടുതലാണ് എന്ന് വെച്ചാൽ അതിനർത്ഥം വിഡ്ത്ത് കൂടുതലാണ്, തിക്നെസ് കുറവാണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സെക്ഷൻസ് വിൽ ബി മോർ ചാൻസ് ടു, അങ്ങനെയുള്ള സെക്ഷൻസിൽ ദർ ഇസ് മോർ ചാൻസ് ടു ബക്കിൾ. അപ്പോൾ ആ ഒരു ഫാക്ടർ വെച്ചിട്ടാണ് മെയിൻലി നമ്മൾ 4 തരത്തിൽ ക്ലാസിഫൈ, ആ ഒരു ഇത് വെച്ചിട്ടാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് സ്ട്രക്ചറിൽ. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഈ 4 ക്ലാസ് എന്താണ്, ആ 4ൻ്റെയും പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 4 ക്ലാസ്സസ് ഇതാണ്. ക്ലാസ് 1 എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ക്രോസ് സെക്ഷൻ, ക്ലാസ് 2 കോമ്പാക്റ്റ്, ക്ലാസ് 3 സെമി കോമ്പാക്റ്റ്, ക്ലാസ് 4 സ്ലെൻഡർ. ഇങ്ങനെ 4 തരത്തിലുള്ള ക്രോസ് സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു പ്ലാസ്റ്റിക് സെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിഡ്ത്ത് ബൈ തിക്നെസ് റേഷ്യോ, ഒരു പെർട്ടിക്കുലർ റേഷ്യോ അതിനകത്ത് വരുന്ന സെക്ഷൻസിനാണ് നമ്മൾ പ്ലാസ്റ്റിക് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലാസ്റ്റിക് സെക്ഷൻ ആണെങ്കിൽ we can say it is plastic if എങ്ങനെയാണ്, in such sections it can develop plastic hinges and have the rotation capacity required for the failure of structure by formation of plastic mechanism. അതായത് ഇതിൽ ഒരു പെർട്ടിക്കുലർ മൊമെൻ്റ് എത്തിക്കഴിഞ്ഞാൽ ആ ലോഡിൽ, ആ ബീമിൽ ഒരു പെർട്ടിക്കുലർ ലോഡും അതുപോലെ ഒരു മൊമെൻറ്റും എത്തിക്കഴിഞ്ഞാൽ അത് എന്താവും, അതിൻ്റെ ഫ്ലാഞ്ചസ്, എക്സ്ട്രീം ഫ്ലാഞ്ചസിൽ മാക്സിമം സ്ട്രെസ്സസ് ഉണ്ടാവും. അത് കാരണം ഒരു അൾട്ടിമേറ്റ് സ്ട്രെസ് എത്തിക്കഴിഞ്ഞാൽ അതിലെന്ത് സംഭവിക്കും, അതിലൊരു ഹിഞ്ച് ഫോം ചെയ്യും, പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യും എന്നാണ് പറയുന്നത്. ദിസ് ഇസ് അക്കോർഡിംഗ് ടു പ്ലാസ്റ്റിക് തിയറി. ആ പ്ലാസ്റ്റിക് തിയറിയിൽ പറയുന്നൊരു ഇതാണ്. അപ്പോൾ അതിലൊരു പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യും. അപ്പോൾ ഇതിൽ സഡൻ ഫെയിലിയർ ഉണ്ടാവില്ല. ഒരു പ്ലാസ്റ്റിക് മെക്കാനിസം ഉണ്ടായതിന് ശേഷം, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടൊരു സ്ട്രെയിൻ ഉണ്ടായതിന് ശേഷം മാത്രമേ അങ്ങനെയുള്ള ബീംസ് ഫെയിൽ ആവും. ഓക്കെ, ഒരു ഡയറക്റ്റായിട്ടൊരു പെട്ടെന്നൊരു ഫെയിൽ അങ്ങ് ഉണ്ടാവില്ല. അതിലൊരു കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ എല്ലാം വെച്ചുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്തിട്ടാണ് അതിൽ ഫെയിലിയർ സംഭവിക്കുന്നത് അങ്ങനെയുള്ള ബീംസിൽ. ഓക്കെ, അപ്പോൾ ആ ബീംസിന് പറയുന്ന പേരാണ് പ്ലാസ്റ്റിക് സെക്ഷൻ. ഓക്കെ, അങ്ങനെയുള്ള സെക്ഷന് പ്ലാസ്റ്റിക് സെക്ഷൻ എന്ന് പറയും. അതുപോലെ രണ്ടാമത് ക്ലാസ് 2 എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ക്രോസ് സെക്ഷൻ. ഇൻ ദിസ് ടൈപ്പ് ഓഫ് സെക്ഷൻ ഇറ്റ് ക്യാൻ ഡെവലപ്പ് plastic moment of resistance but have inadequate plastic hinge rotation capacity. ഇതിൽ ഈ ടൈപ്പ് ഓഫ് ബീമിൽ എന്തുണ്ട്, ഇതിലൊരു മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഒരു പെർട്ടിക്കുലർ സ്ട്രെസ് വരെ ഇതിനെ ക്യാരി ചെയ്യാൻ പറ്റും. ഒരു മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും. പക്ഷേ ഇറ്റ് ഹാവ് ഇനാഡിക്വേറ്റ് പ്ലാസ്റ്റിക് ഹിഞ്ച് റൊട്ടേഷൻ കപ്പാസിറ്റി. ആ നമ്മൾ മുമ്പ് പറഞ്ഞ പ്ലാസ്റ്റിക് സെക്ഷനിൽ പറഞ്ഞ പോലത്തെ ആ ഹിഞ്ച് ഫോർമേഷൻ അല്ലെങ്കിൽ ആ പ്ലാസ്റ്റിക് മെക്കാനിസം ഇതിൽ ഉണ്ടാവില്ല. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഡ്യൂ ടു ലോക്കൽ ബക്ലിംഗ്. അതിലൊരു പെർട്ടിക്കുലർ ലോഡ് കഴിഞ്ഞാൽ പിന്നെ അതിൽ ലോക്കൽ ബക്ലിംഗ് സംഭവിക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മുമ്പ് പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടെ വീക്കായിട്ടുള്ളൊരു സെക്ഷൻ ആയിരിക്കും. ഓക്കെ, കോമ്പാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും മോസ്റ്റ് പ്രിഫറബിൾ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ക്രോസ് സെക്ഷൻ ആയിരിക്കും. അതിലൊന്ന് കുറഞ്ഞാണ് നമ്മൾ വരുന്നത്. ക്ലാസ് 2 ക്ലാസ് 3 വരുന്നതോറും താഴേക്ക് വരുന്നതോറും it is less preferable ആണ്. Okay, always design the beam in the plastic range itself. മൂന്നാമത്തത് ക്ലാസ് 3. ക്ലാസ് 3 എന്ന് പറഞ്ഞാൽ സെമി കോമ്പാക്റ്റ് ക്രോസ് സെക്ഷൻ ആണ്. In these cross sections the extreme fibers in compression can reach yield stress but it cannot develop a plastic moment of resistance. ഇതിൽ നമ്മുടെ എക്സ്ട്രീം കംപ്രഷൻ ഫൈബറിൽ എന്ത് സംഭവിക്കും, അതിലൊരു മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല ഇതിന് മുമ്പത്തതുപോലെ. പക്ഷേ ഇറ്റ് ക്യാൻ ടേക്ക് അപ്പ് ടു ഈൽഡ് സ്ട്രെസ് വരെ ക്യാരി ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. അതിനും കാരണം, അതിന് കൂടുതൽ എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം, അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതിൽ ലോക്കൽ ബക്ലിങ് സംഭവിക്കാൻ തുടങ്ങും. ഓക്കെ, അടുത്തത് ക്ലാസ് 4 ഓർ സ്ലെൻഡർ ക്രോസ് സെക്ഷൻ. പേരും തന്നെ നമുക്കറിയാം സ്ലെൻഡർ ആണ്. അപ്പോൾ അത് തിക്നെസ് എല്ലാം കുറഞ്ഞ ഇതായിരിക്കും. അതുപോലെ നമ്മുടെ വിഡ്ത്ത് ബൈ തിക്നെസ് റേഷ്യോ കൂടുതലായിരിക്കും ഇങ്ങനെയുള്ള സെക്ഷനിൽ. അതിനൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ടേബിൾ നമ്പർ 2 ഇൻ IS 800 നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ സെക്ഷനെയും എങ്ങനെയാണ് ഡിഫറെൻറ്റ് ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തതെന്ന്. ഓക്കെ, അപ്പോൾ ഇതിൽ സ്ലെൻഡർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷൻസ് ഇൻ വിച്ച് ദ എലിമെൻറ്റ്സ് ബക്കിൾ ലോക്കലി ഈവൻ ബിഫോർ റീച്ചിങ് ഈൽഡ് സ്ട്രെസ്. അതായത് നമ്മുടെ സെക്ഷനിൽ എക്സ്ട്രീം ഫൈബറിൽ ഈൽഡ് സ്ട്രെസ് പോലും എത്തുന്നതിന് മുമ്പ് തന്നെ അതിൽ ബക്ലിങ് സംഭവിക്കാൻ തുടങ്ങും, ലോക്കൽ ബക്ലിങ് സംഭവിക്കാൻ തുടങ്ങും. ഓക്കെ, അതിനാണ് നമ്മൾ സ്ലെൻഡർ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
So the maximum values of limiting width to thickness ratio for different sections are given in table 2. Okay, നമുക്ക് ആ ടേബിൾ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് IS 800-ൽ ടേബിൾ 2 എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ പേജ് നമ്പർ 18-ലാണ് ടേബിൾ 2 ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് വിഡ്ത്ത് ബൈ തിക്നെസ്. ഇതിൽ വിഡ്ത്ത് ബൈ തിക്നെസ് എന്ന് പറയുന്നത് B/TF ആണ്. വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഐ സെക്ഷനിൽ നമ്മളിവിടെ ഇപ്പോൾ ഈ B ആയിട്ട് എടുക്കേണ്ടത് ഇറ്റ് വിൽ ബി half of the flange width. Okay, here B will be equal to flange width by 2. Okay, TF എന്ന് പറയുന്നത് thickness of flange. അപ്പോൾ അതാണ് ഒരു ക്രൈറ്റീരിയ. നമുക്ക് ഇതിൽ ഫസ്റ്റ് കോളത്തിൽ കാണാൻ പറ്റും ഡിഫറെൻറ്റ് ക്ലാസ്സസിന് എന്തെല്ലാമാണ് ലിമിറ്റിംഗ് വാല്യൂസ് ഓഫ് B/TF. ഓക്കെ, 9.4 എപ്സിലോണിൽ കുറവാണെങ്കിൽ നമ്മളതിനെ പ്ലാസ്റ്റിക് എന്ന് പറയും. 9.4 എപ്സിലോണും 10.5 എപ്സിലോണും ഇടക്കാണ് നമ്മുടെ B/TF വരുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി കോമ്പാക്ട്, അതുപോലെ സെമി കോമ്പാക്ട്. ഓക്കെ, ആൻഡ് ഹിയർ എപ്സിലോൺ ഈസ് yield stress ratio √250/Fy, ആൻഡ് വേർ Fy 215 ആയിരിക്കും, എപ്സിലോൺ എപ്പോഴും 1 ആയിരിക്കും. നമ്മൾ നോർമലി എടുക്കുന്ന സെക്ഷൻ FE 410 ഗ്രേഡ് സ്റ്റീലിൽ എപ്സിലോൺ എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് നോക്കുന്നത്. ഇത് ഫ്ലാഞ്ച് കണ്ടീഷനാണ്. B/TF എന്ന് പറയുന്നത് ഫ്ലാഞ്ചിൻ്റെ കണ്ടീഷനാണ്, വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് ബൈ തിക്നെസ് ഓഫ് ഫ്ലാഞ്ച്. അതുപോലെ വെബിനുള്ള കണ്ടീഷനുണ്ട്. വെബിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് D/TW. ഓക്കെ, നമ്മൾ ഇതിൽ തന്നെ നോക്കിക്കോ, ഫസ്റ്റ് റോയിലാണ് B/TF കൊടുത്തിരിക്കുന്നത്. അതുപോലെ വെബിൻ്റെ കണ്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് D/TW. ഓക്കെ, D/TW, ആൻഡ് വേർ D ഈസ് ദ ഡെപ്ത് ഓഫ് വെബ്. ഓക്കെ, വെബിൻ്റെ ഡെപ്താണ്. അപ്പോൾ അത് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം. അടുത്തത് ലാറ്ററൽ സ്റ്റെബിലിറ്റി ഓഫ് ബീംസ്. അത് നമ്മളത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബീമിനുണ്ടാകുന്ന കംപ്രസീവ് സ്ട്രെസ് കാരണം അതിലൊരു ലാറ്ററൽ ബക്ലിങ് സംഭവിക്കുമെന്ന് പറഞ്ഞു. ലാറ്ററൽ ബക്ലിങ് അല്ലെങ്കിൽ ആ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ തന്നെ ഒരു ബക്ലിങ് സംഭവിക്കും അല്ലേ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ ലാറ്ററൽ സ്റ്റെബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വെൻ ദ ബെൻഡിങ് മൊമെൻറ്റ് റീച്ചസ് എ സെർട്ടൻ വാല്യൂ the beam becomes unstable with a tendency of lateral torsional buckling, where the beam undergoes rotations and lateral deflections leading to collapse. Okay, laterally ബീമിൻ്റെ ആ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ തന്നെ എന്ത് ചെയ്യും, ബീമിന് മുകളിലൊരു സപ്പോർട്ടൊന്നുമില്ല, ബീം ഇങ്ങനെ ഫ്രീ ആയിട്ട് വെച്ച സാധനം ആയതുകൊണ്ട് അതിന് ലാറ്ററലി അതിന് മൂവ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെയാണ് ലാറ്ററൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സോ this necessitates the holding of flange in line. അപ്പോൾ ഇങ്ങനെ ആ ലാറ്ററൽ ഡിഫോർമേഷൻ അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഈ ബീമിനെ ഒരു ലൈനിൽ തന്നെ പിടിച്ചു നിർത്താൻ നോക്കണം അല്ലേ. സോ അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, laterally restrained എന്ന് പറയുന്നത്. നോക്കാം. Thus, if the compression flange of a beam can be restrained against lateral buckling, the allowable bending stress can be utilized to their full values. അതായത് നമ്മൾ ബീം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു അലവബിൾ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, സ്ട്രെങ്ത് അലവബിൾ സ്ട്രെസ് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ഇങ്ങനെയുള്ള ലാറ്ററൽ ഡിഫ്ലക്ഷൻസ് എല്ലാം ഉണ്ടായാൽ നമുക്ക് നമ്മൾ വിചാരിച്ച സ്ട്രെങ്ത് വരെ യൂസ് ചെയ്യാൻ പറ്റില്ല, അതിനു മുമ്പ് ബീം ഫെയിൽ ആവാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു റീസ്ട്രെയിൻ ദ ബീംസ്, അല്ലെങ്കിൽ വി ഹാവ് ടു കീപ് ദ ബീം ഇൻ എ ലൈൻ. അതെങ്ങനെയാണ് ചെയ്യുന്നത്? സോ എ ബീം വിത്ത് എ കംപ്രഷൻ ഫ്ലാഞ്ച് restrained laterally is called a laterally restrained or laterally supported beam. അങ്ങനെ laterally support ചെയ്ത ബീമിനെ നമ്മൾ laterally restrained or laterally supported beam എന്ന് പറയും. അതെങ്ങനെയാണ് ചെയ്യുന്നത്? It can be done by embedding the compression flange inside the slab. നമ്മുടെ ഈ ബീം ഒരു ഐ സെക്ഷൻ ബീമാണ്, ആ ബീമിൻ്റെ മുകളിൽ അല്ലെങ്കിൽ കംപ്രഷൻ ഫ്ലാഞ്ച് ഉണ്ടാവുമല്ലോ, ബീമിൻ്റെ മുകളിലത്തെ ഫ്ലാഞ്ച്, ടോപ്പ് ഫ്ലാഞ്ച്. അപ്പോൾ ആ ഫ്ലാഞ്ച് നമ്മൾ എന്ത് ചെയ്യും, സ്ലാബിൻ്റെ അകത്തേക്ക് കൊടുക്കും, സ്ലാബിൻ്റെ അകത്ത് എംബഡ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്താൽ എന്താ ഗുണം? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ
ബീമിന് പിന്നെ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ലാറ്ററൽ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല, ലാറ്ററൽ ഡിഫ്ലക്ഷൻസ് ഉണ്ടാവില്ല അല്ലേ. ഇതാണ് നമ്മുടെ ഐ സെക്ഷൻ. അപ്പോൾ ഈ ഐ സെക്ഷൻ നമ്മൾ ലാറ്ററൽ സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ ഇതാണ് നമ്മുടെ ബീം. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ലാബിൻ്റെ അകത്തേക്ക് കൊടുക്കുന്നു. ഇതിന് ടോപ്പ് ഫ്ലാഞ്ച് സ്ലാബിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താവും, അത് ലാറ്ററലി റീസ്ട്രെയിൻഡ് ആയി അല്ലേ, ലാറ്ററൽ മൂവ്മെൻറ്റ് പിന്നെ പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനെ നമുക്ക് അത് അവോയ്ഡ് ചെയ്യാം, ലാറ്ററൽ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യാം. ആൻഡ് വൺ മോർ മെത്തേഡ് ഈസ് ബൈ പ്രൊവൈഡിങ് ഷിയർ കണക്ടേഴ്സ് വെൽഡിങ് ടു ദ കംപ്രഷൻ ഫ്ലാഞ്ച്. കംപ്രഷൻ ഫ്ലാഞ്ച് സ്ലാബിലേക്ക് കണക്ട് ചെയ്ത് വെക്കും, ഷിയർ കണക്ടേഴ്സ് വെച്ചിട്ട് വെൽഡ് ചെയ്ത് വെക്കും. Okay, shear connectors are welded to the compression flange and are embedded in the concrete slab. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബീമിന് ലാറ്ററലി സപ്പോർട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ലാറ്ററലി റീസ്ട്രെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ദീസ് ലാറ്ററൽ സപ്പോർട്ട്സ് കനോട്ട് ബി പ്രൊവൈഡഡ് ഇൻ ഓൾ കേസസ്. ഇങ്ങനെ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റണമെന്നില്ല, നമ്മൾ എല്ലാ കേസിലും ഈ സ്ലാബിനകത്ത് നമുക്ക് എംബഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. So in such cases, when the support is inadequate, lateral buckling occurs before yielding. അല്ല, അങ്ങനെയുള്ള കേസിൽ there is chance of lateral buckling, and so the maximum permissible bending stress must be reduced accordingly. അപ്പോൾ ഇങ്ങനെ എംബഡ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ലാറ്ററലി റീസ്ട്രെയിൻ ചെയ്യാൻ പറ്റാത്ത ബീംസ് ആണെങ്കിൽ അതിൽ നമ്മൾ പെർമിസിബിൾ ബെൻഡിങ് സ്ട്രെസ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ പെർമിസിബിൾ ബെൻഡിങ് സ്ട്രെസ് വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ റെഡ്യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പം അങ്ങനെ ഡിസൈൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബീം നമ്മൾ ലാറ്ററലി അൺറീസ്ട്രെയിൻഡ് ബീം എന്ന് പറയും. ഓക്കെ, സച്ച് ബീംസ് ആർ കോൾഡ് ലാറ്ററലി അൺറീസ്ട്രെയിൻഡ് ഓർ ലാറ്ററലി അൺസപ്പോർട്ടഡ് ബീംസ്. ഓക്കെ, നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ അങ്ങനെ രണ്ട് തരത്തിലുള്ള ബീംസാണ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പം മെയിൻലി ബീംസ് ഒന്നുകിൽ അത് ലാറ്ററലി റീസ്ട്രെയിൻഡ് ആയിട്ടുള്ള ബീംസ് ഉണ്ടാവും ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ലാറ്ററലി അൺറീസ്ട്രെയിൻഡ് ബീംസ്. രണ്ടിൻ്റെയും പ്രൊസീജിയർ ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം നമുക്ക് അതിൽ ലാറ്ററലി അൺറീസ്ട്രെയിൻഡ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടി വരും അല്ലേ. അതിനൊരു ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ലാറ്ററൽ സപ്പോർട്ട് ഇല്ലല്ലോ, അൺറീസ്ട്രെയിൻഡ് ബീംസ്. ഓക്കെ, ഇതിൽ തന്നെ ഈ ലാറ്ററലി റീസ്ട്രെയിൻഡ് തന്നെ ലോ ഷിയർ കേസും ഹൈ ഷിയർ കേസും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ലാറ്ററലി റീസ്ട്രെയിൻഡ്, അതിൽ തന്നെ ലോ ഷിയർ ഓർ ഹൈ ഷിയർ, അതുപോലെ ലാറ്ററലി അൺറീസ്ട്രെയിൻഡ്. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കാൻ പോകുന്നത് ഡിസൈൻ പ്രൊസീജിയർ ഫോർ എ ലാറ്ററലി സപ്പോർട്ടഡ് ബീം ഓർ ലാറ്ററലി റീസ്ട്രെയിൻഡ് ബീം. ലാറ്ററലി റീസ്ട്രെയിൻഡ് ബീമിന് നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ ലോ ഷിയർ കേസും ഹൈ ഷിയർ കേസും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ കൃത്യമായിട്ട് പഠിക്കാം. അപ്പോൾ ഒരു ബീം ഡിസൈൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഫൈൻഡ് ദ ലോഡ്സ്, കാൽക്കുലേറ്റ് ദ ലോഡ്സ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ഫാക്ടേർഡ് വാല്യൂ. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഡയറക്റ്റ് വർക്കിംഗ് ലോഡാണ് വന്നിട്ടുള്ളതെങ്കിൽ അത് നമ്മൾ ഫാക്ടേർഡ് ലോഡാക്കി മാറ്റാം, മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 1.5. അതിനുശേഷം ഡിറ്റർമൈൻ ദ ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ഡ്യൂ ടു ദ ലോഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യനിൽ അത് UDL ആണോ, പോയിന്റ് ലോഡാണോ, സിംപ്ലി സപ്പോർട്ട് ആണോ, അതെല്ലാം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബെൻഡിങ് മൊമെൻറ്റ്, മാക്സിമം ബെൻഡിങ് മൊമെൻറ്റും മാക്സിമം ഷിയർ ഫോഴ്സും കണ്ടുപിടിക്കാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വി ഹാവ് ടു ഡിറ്റർമൈൻ എ സെക്ഷൻ അല്ലേ. അതിനു വേണ്ടിയിട്ട് വി ഹാവ് ടു ഫൈൻഡ് സെറ്റ് പി സെറ്റ് റിക്വയർഡ്, ഡിറ്റർമൈൻ ദ ട്രയൽ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ്, അല്ലെങ്കിൽ we have to find the section modulus, plastic section modulus required for our section. നമ്മൾ അവിടെ ഉണ്ടാകുന്ന ലോഡ് കാരണം ഉള്ള ആ ബെൻഡിങ് മൊമെൻറ്റ് ക്യാരി ചെയ്യാൻ പറ്റുന്ന
ഒരു സെക്ഷൻ മോഡുലസ്, പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് അത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. സോ സെറ്റ് പി സെറ്റ് റിക്വയർഡ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഗാമ എം നോട്ട് ബൈ എഫ് വൈ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് റിക്വയർഡ് കിട്ടും. സെറ്റ് പി സെറ്റ് റിക്വയർഡ്. നൗ അടുത്ത സ്റ്റെപ്പ് അപ്പം എന്തായിരിക്കും? വി ഹാവ് ടു സെലക്ട് എ സെക്ഷൻ which has a plastic section modulus set p set value more than the required set p set value. Okay, നമ്മൾ ഓൾറെഡി റിക്വയർഡ് വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ വി ഹാവ് ടു സെലക്ട് എ സെക്ഷൻ. ഓക്കെ, ഇതിന് മുമ്പ് നമ്മൾ കോളത്തിലുള്ള ഏരിയ വെച്ചിട്ടാണ് ചെയ്തത് അല്ലേ? ബീമിൽ നമ്മൾ സെക്ഷൻ മോഡുലസ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്, അതും പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? SP6 എന്ന് കിട്ടില്ല. അത് നമുക്ക് കിട്ടുന്നത് IS 800 അനക്സ് എച്ച്, ഏറ്റവും ലാസ്റ്റ് പേജ് നമ്പർ 138 നോക്കിയാൽ നമുക്ക് അതിൽ നമ്മളെ ഓരോ സെക്ഷൻസും കാണാൻ പറ്റും. ഓരോ ബീമിൻ്റെ ഓരോ സെക്ഷൻസും കാണാൻ പറ്റും. ആ ഓരോ സെക്ഷൻസിലും ആ ടേബിളിൽ സെക്ഷൻ മോഡുലസ് എന്താണ്, പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് സെഡ് പി സെഡ് വാല്യൂവും അതുപോലെ എലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് സെഡ് ഇ സെഡ് വാല്യൂവും അതിൽ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സെഡ് പി സെഡ് വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ആൻഡ് സെലക്ട് ദാറ്റ് സെക്ഷൻ. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ അതിൽ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷണൽ പ്രോപ്പർട്ടീസ് എല്ലാം മാർക്ക് ചെയ്യുക. ഏരിയ, ഹൈറ്റ്, വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച്, തിക്നെസ് ഓഫ് ഫ്ലാഞ്ച്, തിക്നെസ് ഓഫ് വെബ്, പിന്നെന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അല്ലേ? ഈ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യും? വി ഹാവ് ടു ക്ലാസിഫൈ സെക്ഷൻ. ഇത് എയിൽ വരുന്നതാണ്, നമ്മുടെ പ്ലാസ്റ്റിക്കിൽ വരുന്നതാണോ, കോമ്പാക്റ്റിൽ വരുന്നതാണോ, സെമി കോമ്പാക്റ്റിൽ വരുന്നതാണോ, സ്ലെൻഡറിൽ വരുന്നതാണോ, ഏതിലാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ അതിൽ മാക്സിമം പ്ലാസ്റ്റിക്കിൽ വരുന്ന സെക്ഷനിൽ നിന്ന് സെലക്ട് ചെയ്യുക. അതുപോലെ പ്ലാസ്റ്റിക് ഓർ സെമി കോമ്പാക്റ്റ്. ഓക്കെ, പ്ലാസ്റ്റിക് ഓർ കോമ്പാക്റ്റ് ഇതിലേതെങ്കിലും ഒരു സെക്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, പ്രിഫറബിളി പ്ലാസ്റ്റിക് സെക്ഷൻ. അപ്പോൾ അങ്ങനെ എടുത്തതിന് ശേഷം നെക്സ്റ്റ് ഈസ് ചെക്ക് ഫോർ ഷിയർ. സെക്ഷൻ എടുത്തതിന് ശേഷം ആ സെക്ഷൻ ഇത് വെച്ചിട്ട് നമുക്ക് ഷിയർ സ്ട്രെങ്ത് ചെക്ക് ചെയ്യാൻ പറ്റും. ഷിയർ വാല്യൂ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് കിട്ടും. ആ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ ഷിയർ ഫോഴ്സ് ആയിരിക്കണം. ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷനിലുണ്ട്, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ആ ഷിയർ സ്ട്രെങ്ത് വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ ഷിയർ ഫോഴ്സ്. ആൻഡ് ദെൻ വി ഹാവ് ടു ചെക്ക് ഫോർ ലോ ഷിയർ ഓർ ഹൈ ഷിയർ കേസ്. ഓക്കെ, ലോ ഷിയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കവിടെ ഉണ്ടാവുന്ന ഷിയർ ഫോഴ്സ് ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 0.6 times design shear strength, then we can say it is a low shear case. Okay, അതുപോലെ if the shear force, maximum shear force is greater than 0.6 times design shear strength, then it is a high shear case. Okay, അപ്പോൾ അങ്ങനെ അത് ചെക്ക് ചെയ്യാം. അതിനുശേഷം മൊമെൻറ്റ് കപ്പാസിറ്റി, മൊമെൻറ്റ് കണ്ടുപിടിക്കാം. മൊമെൻ്റ് അല്ല, ബെൻഡിങ് സ്ട്രെങ്ത് ആണ് അവിടെ കണ്ടുപിടിക്കുന്നത്. ബെൻഡിങ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാം. അതിനുശേഷം ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ. അവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ, മാക്സിമം ഡിഫ്ലക്ഷൻ ഈസ് ചെക്ക്ഡ് വിത്ത് ദ അലൗവബിൾ ഡിഫ്ലക്ഷൻ. ആൻഡ് ദെൻ ചെക്ക് ഫോർ വെബ് ബിയറിംഗ് ആൻഡ് ദെൻ ചെക്ക് ഫോർ വെബ് ബക്ലിംഗ്. ഓക്കെ, വെബ് ബക്ലിംഗ് എപ്പോഴാണ് ചെയ്യേണ്ടത്? ഓൺലി ഇഫ് ഹൈ ഷിയർ കേസ്. ഹൈ ഷിയർ കേസ് ആണെങ്കിൽ മാത്രം വെബ് ബക്ലിംഗ് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിതിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ലോഡ് കാൽക്കുലേഷൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. മൊമെൻ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് അതും കണ്ടുപിടിക്കാം. പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് സെറ്റ് പി സെറ്റ് റിക്വയർഡ് കണ്ടുപിടിക്കാം. സെലക്ട് സെക്ഷൻ സച്ച് ദാറ്റ് സെറ്റ് പി സെറ്റ് വാല്യൂ ഇസ് മോർ ദാൻ സെറ്റ് പി സെറ്റ് റിക്വയർഡ്. ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു ഡു സെക്ഷൻ ക്ലാസിഫിക്കേഷൻ. ഏത് സെക്ഷനിലാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കണം അല്ലേ? അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ടേബിൾ നമ്പർ 2 കണ്ടു, ഫ്ലാഞ്ച് കണ്ടീഷനും വെബ് കണ്ടീഷനും ഉണ്ട് അല്ലേ? ഫ്ലാഞ്ച് കണ്ടീഷനിൽ നമ്മളെ കണ്ടീഷൻ ഇതാണ്, B/TF അല്ലേ? വെബ് കണ്ടീഷനിൽ D/TW. അപ്പോൾ ആദ്യം ഫ്ലാഞ്ച് കണ്ടീഷൻ പറയാം, B/TF. B/TFൽ B എന്താണ്? B ഈസ് ഈക്വൽ ടു BF/2, വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ചിൻ്റെ പകുതി. ഓക്കെ, ഇത് ഔട്ട്സ്റ്റാൻഡിങ് വിഡ്ത്താണ്, ഔട്ട്സ്റ്റാൻഡിങ് വിഡ്ത്ത് ഓഫ് ദ ഫ്ലാഞ്ച്. അപ്പോൾ ആ വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ചിൻ്റെ പകുതി എടുത്താൽ മതി. ഓക്കെ, അതാണ് B. സിമിലർലി ഫോർ വെബ് കണ്ടീഷൻ, വെബ് കണ്ടീഷനിൽ എന്താണ്? ഡെപ്ത് ഓഫ് വെബും ആൻഡ് തിക്നെസ് ഓഫ് വെബും
അല്ലേ? അപ്പോൾ ഡെപ്ത് ഓഫ് വെബ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ് എന്താണ് ടേബിൾ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ സാധാരണ ചെയ്യുന്നത് ടോട്ടൽ ഡെപ്ത് മൈനസ് തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് ആണ്. നമ്മൾ രണ്ട് സൈഡിലെയും ഫ്ലാഞ്ചിൻ്റെ തിക്നെസ്സാണ് നമ്മൾ മൈനസ് ചെയ്യില്ല സാധാരണ. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ ഈ ഫ്ലാഞ്ചിൽ റൂട്ട് റേഡിയസ് എന്നൊരു സംഭവമുണ്ട്, റേഡിയസ് ഓഫ് റൂട്ട്. അതായത് ഇവിടെ കർവ്ഡ് ആയിരിക്കും, നമ്മൾ ഈ വെബും ഫ്ലാഞ്ചും ജോയിൻ ചെയ്യുന്ന ഈ ഭാഗത്ത് കർവ്ഡ് ആയിരിക്കും. അതിനൊരു റേഡിയസ് ഉണ്ട്, റേഡിയസ് ഓഫ് റൂട്ട് എന്നാണ് അതിനെ പറയുന്നത്. രണ്ട് സൈഡിലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് എയിൽ നിന്ന് കിട്ടും, സ്റ്റീൽ ടേബിൾ അല്ലെങ്കിൽ SP6 എന്നാണ് നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടുന്നത്. SP6 എന്ന് ഇതിൻ്റെ വാല്യൂ എടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് സെക്ഷണൽ പ്രോപ്പർട്ടീസ് എല്ലാം എഴുതുന്ന സമയത്ത് ഇതും കൂടെ കണ്ടുവെക്കാനുണ്ട്, റേഡിയസ് ഓഫ് റൂട്ട്. ഓക്കെ, അപ്പോൾ ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതും കൂടെ ഇതിൽ മൈനസ് ചെയ്യണം. സോ D will be equal to, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ d, ഡെപ്ത് ഓഫ് വെബ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ ഡെപ്ത് മൈനസ് 2 times തിക്നെസ് ഓഫ് ഫ്ലാഞ്ച്, രണ്ട് സൈഡിലും ഫ്ലാഞ്ച്, അതുകൂടാതെ 2 times റേഡിയസ് ഓഫ് റൂട്ട്. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. D is equal to ടോട്ടൽ ഡെപ്ത് ക്യാപിറ്റൽ D മൈനസ് 2 times തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് ആൻഡ് റേഡിയസ് ഓഫ് റൂട്ട്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, രണ്ട് കണ്ടീഷനിലും ഏത് സെക്ഷനിലാണ് വരുന്നതെന്ന് നോക്കും. ഓക്കെ, പ്ലാസ്റ്റിക് ആണോ കോമ്പാക്റ്റ് ആണോ നോക്കും. അതിനുശേഷം എന്ത് ചെയ്യണം, ചെക്ക് ഫോർ ഷിയർ. നമുക്ക് ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് കാണാനുണ്ട്. ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് അതിൻ്റെ ഇക്വേഷൻസ് എല്ലാം എവിടെയുള്ളത്, ക്ലോസ് 8.4 ക്ലോസ് 8.4 ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് കാണേണ്ട ഇക്വേഷൻ ഉണ്ട്. നിങ്ങളത് നോക്കി വെക്കാം. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനുശേഷം ഷിയർ സ്ട്രെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് ലോ ഷിയറിലാണോ ഹൈ ഷിയറിലാണോ എന്ന് നോക്കാം. രണ്ടിൻ്റെയും സെപ്പറേറ്റ് ഡിഫറെൻറ്റ്, രണ്ടിൻ്റെയും ഇനി വരുന്ന പ്രൊസീജിയർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ലോ ഷിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചെക്ക് ഫോർ മൊമെൻറ്റ് ചെക്ക് ചെയ്യാന്ന്, അല്ലെങ്കിൽ ബെൻഡിങ് സ്ട്രെങ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ ലോ ഷിയർ കേസ് പറയും. ഇഫ് ഇറ്റ് ഈസ് എ ലോ ഷിയർ കേസ്, ലോ ഷിയർ ആണെങ്കിൽ എളുപ്പത്തിൽ കിട്ടി, പെട്ടെന്ന് ചെയ്ത് കഴിയും. എന്ത് ചെയ്യണം, ഡിസൈൻ ബെൻഡിങ് സ്ട്രെങ്ത് MD is equal to beta B into ZP into Fy by gamma m naught. Okay, it is given in clause 8.2.1.3 page number 53. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഡിസൈൻ ബെൻഡിങ് സ്ട്രെങ്ത് വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ ഈ രണ്ട് കണ്ടീഷൻ. സിംപ്ലി സപ്പോർട്ട് ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് നോക്കിയാൽ മതി. സിംപ്ലി സപ്പോർട്ടാണ് സാധാരണ ഉണ്ടാകുന്നത് എപ്പോഴും. സിംപ്ലി സപ്പോർട്ട് ആണെങ്കിൽ ഈ ഇക്വേഷൻ 1.2 ZE Fy by gamma m naught. ZE ഇവിടെ എലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ആണ്. ഓക്കെ, അനക്സ് H എന്ന് കിട്ടുന്നതാണ്. ZE വാല്യൂ, ZP വാല്യൂ, ഇവിടെ ZP ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ലോ ഷിയർ കേസിൽ. അതുപോലെ ഹൈ ഷിയർ കേസ് ആണെങ്കിൽ കുറച്ചും കൂടെ വലുതായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ടത് ക്ലോസ് 9.2.2ലാണ്. അപ്പോൾ ഹിയർ ദ ഇക്വേഷൻ ഈസ് ഫൈൻഡ് MdV. നമ്മൾ ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞ ഈ MD വാല്യൂ കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമ്മൾ ഹൈ ഷിയർ കേസ് ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ MD കണ്ടുപിടിക്കും. ആ കണ്ടുപിടിച്ച MD വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, MdV കണ്ടുപിടിക്കും. സോ MdV is equal to MD minus beta into MD minus MFD. ഓക്കെ, അതുപോലെ MFD എന്താണെന്ന് നോക്കാം. അതുപോലെ ബീറ്റ, ഇതിന് മുമ്പത്തെ അതിൽ ബീറ്റ ബി ആണ്. ഓക്കെ, അതിൽ ബീറ്റ ബി എന്ന് പറയുന്നത് 1 ആണ് ഫോർ പ്ലാസ്റ്റിക്. ഓക്കെ, ഫോർ പ്ലാസ്റ്റിക് ആൻഡ് കോമ്പാക്ട് സെക്ഷൻ ബീറ്റ ബി, ഫോർ പ്ലാസ്റ്റിക് സെക്ഷൻ ബീറ്റ ഇസ് ഈക്വൽ ടു 1. നിങ്ങളത് കോഡിൽ ചെക്ക് ചെയ്യാം ബീറ്റ ബി എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത് ഓരോ സെക്ഷനിലും. അതുപോലെ ഹൈ ഷിയർ കേസിലാണെങ്കിൽ വെറും ബീറ്റ ആണ്. ഹിയർ ബീറ്റ ഇസ് ഈക്വൽ ടു 2V by VD minus 1, where V is the maximum shear force and VD is the shear strength. നമ്മൾ കുറച്ച് മുമ്പ് കണ്ടുപിടിച്ചത് അത് ചെയ്യാം. ബീറ്റ വേണം. പിന്നെ അതുപോലെ MFD വാല്യൂ നമ്മൾ നോർമലി സാധാരണ
റോൾഡ് സെക്ഷൻ ആണെങ്കിൽ MFD is equal to d square TW Fy by 4 gamma m naught. Okay, D എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡെപ്ത് ഓഫ് I section. Okay, or if it is a built up section, then D taken should be depth of web. ഓക്കെ, അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ച MD വാല്യൂ, ഇപ്പോൾ നമ്മൾ ലോ ഷിയർ ആണെങ്കിൽ MD വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ ബെൻഡിങ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ, അതുപോലെ ഫോർ ഹൈ ഷിയർ കേസ് MDV ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ബെൻഡിങ് മൊമെൻറ്റ്. അപ്പോൾ മൊമെൻറ്റും കൂടെ ചെക്ക് ചെയ്തു. ഇനി അടുത്ത എന്താണ്? ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ. ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ സർവീസബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണ്. അപ്പോൾ ഇതിൽ ആക്ച്വൽ ഡിഫ്ലക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മളൊരു UDL ആണെങ്കിൽ നമ്മുടെ നോർമൽ ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എന്താണ്? 5WL⁴/384 EI. ഇതെല്ലാം പഠിച്ചു നോക്കണം, ഇത് നമുക്ക് എവിടെ നിന്നും കിട്ടൂല. ഒരു UDL ആണെങ്കിലും അതുപോലെ ഏതാണ് പോയിന്റ് ലോഡ് ആണെങ്കിലും എന്തായിരിക്കും ഡിഫ്ലക്ഷൻ എന്നുള്ളത് നോക്കി വെക്കാം, പഠിച്ചു നോക്കാം. ഓക്കെ, നോർമലി എപ്പോഴും UDL ആണ് ചോദിക്കുന്നത്, അതിൽ പോയിന്റ് ലോഡ് വരുമ്പോഴും എന്താണ് ഡിഫ്ലക്ഷൻ എന്നുള്ളത് നോക്കാം. ആൻഡ് the permissible deflection value will be equal to length by 300. ഓക്കെ, അപ്പോൾ അതിൽ പേജ് നമ്പർ 31 നമുക്ക് കിട്ടും. അതിനാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ പെർമിസിബിൾ ഡിഫ്ലക്ഷൻ്റെ വാല്യൂ കിട്ടിയത്. അതിനുശേഷം ചെക്ക് ഫോർ വെബ് ബിയറിംഗ്. വെബ് ബിയറിംഗ് എവിടെയാണ് കൊടുത്തിട്ടുള്ളത്? ക്ലോസ് 8.7.4 വെബ് ബിയറിംഗ്. സോ അതിൻ്റെ ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്? വി ഹാവ് ടു ഫൈൻഡ് FW. FW is equal to V1 plus N2 TW FYW by gamma m naught. ഓക്കെ, അതിൽ B1 എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് 100 mm. അത് കോഡിൽ നോക്കാം എന്താണ് B1 എന്നുള്ളത്. അതുപോലെ N2 എന്ന് പറയുന്നത് we have to take it as 2.5 times thickness of flange plus R1. R1 എന്താണ്? റേഡിയസ് ഓഫ് റൂട്ട് TF thickness of flange. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് N2 വാല്യൂവും B1 വാല്യൂവും കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. FYW എന്ന് പറഞ്ഞത് ഈൽഡ് സ്ട്രെങ്ത് ഓഫ് വെബ് 250 തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് FW വാല്യൂ കിട്ടും. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ മാക്സിമം ഷിയർ ഫോഴ്സ്. V വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ചെക്ക് ഫോർ വെബ് ബക്ലിംഗ്. വെബ് ബക്ലിംഗ് എപ്പോഴാണ് ചെയ്യേണ്ടത്? ഓൺലി ഇൻ ദ കേസ് ഓഫ് ഹൈ ഷിയർ. അത് പേജ് നമ്പർ 67 അതിൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും ഡിസ്ക്രൈബ് ചെയ്തിട്ടാണ് ഉണ്ടാവില്ല, ഇക്വേഷനായിട്ട് നിങ്ങൾക്ക് കാണണമെന്നില്ല. അപ്പോൾ ഈ ഇക്വേഷൻ പഠിക്കുക തന്നെ വേണം. അപ്പോൾ ഇതിൽ B1 assume B1 is equal to 100 and N is equal to height of chosen section by 2. ഓക്കെ, നമ്മൾ I സെക്ഷൻ്റെ ഹൈറ്റ് നമ്മൾ ടോട്ടൽ ഡെപ്തായി എടുത്തില്ലേ, ആ ഹൈറ്റ് ബൈ 2 ചെയ്താൽ എന്ത് കിട്ടും? N1 കിട്ടും. അപ്പോൾ ഇതിൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു FCD വാല്യൂ കൂടെ വേണം. ഓക്കെ, FCD നമ്മൾ എവിടെ എടുത്തത്? കംപ്രഷൻ മെമ്പേഴ്സിലാണ് നമ്മൾ FCD കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഹിയർ വി ആർ ഫൈൻഡിങ് വെബ് ബക്ലിംഗ്. വെബിൻ്റെ ബക്ലിംഗ് ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ ഹിയർ ദ വെബ് ഈസ് ആക്ടിങ് ലൈക്ക് എ സ്മോൾ കോളം. ഒരു കോളം പോലെ ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളവിടെ FCD വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ FCD വാല്യൂക്ക് നമുക്ക് എന്ത് വേണം? KL/R വേണം. അതുപോലെ ബക്ലിംഗ് ക്ലാസ് C ആണ്. ഓക്കെ, ബക്ലിംഗ് ക്ലാസ് C ആയിട്ട് എടുക്കാം. എന്നിട്ട് KL/R കണ്ടുപിടിക്കാം. KL/R എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? 2.5 ഇൻറ്റു DW/TW ചെയ്താൽ മതി. 2.5 ടൈംസ് DW ഡെപ്ത് ഓഫ് വെബ് ബൈ തിക്നെസ് ഓഫ് വെബ് ചെയ്താൽ എന്ത് കിട്ടും? KL/R കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് FCD കണ്ടുപിടിക്കാം. and find out this value, and that should be greater than the maximum shear force. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡിസൈൻ പ്രൊസീജിയർ വരുന്നത്. അതിനുശേഷം ഞാനിപ്പോൾ ഒരു പ്രോബ്ലം കൂടെ നിങ്ങൾക്ക് തരാം. അത് നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ തരാം. ഓക്കെ.